ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മസാലക്കടല അല്ലെങ്കിൽ മസാല കപ്പലണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം വേറെ ഒന്നുമല്ല, ഇന്ന് തയ്യാറാക്കുന്നത് മസാലക്കടലയാണ്. നമുക്ക് എളുപ്പം 10 മിനിറ്റിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് മസാല കപ്പലണ്ടി തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കപ്പ് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ, ഒത്തിരി വറുത്തെടുക്കരുത്. കാരണം നമ്മൾ ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വല്ലാതെ ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം പെട്ടെന്ന് അടർന്ന് പോരും. അപ്പോൾ മസാല പിടിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി 3 വലിയ ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3/4 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കണം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് സാധാ മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. ഇത് കുറച്ച് കളർ കൊടുക്കാനും കൂടിയാണ് അത് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് കായ്പ്പൊടി ഒരിക്കലും കൂടി പോകരുത്, കാരണം ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ ഒരു പിഞ്ച് മാത്രം ഇടുക, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ നേരെ കപ്പലണ്ടിയിലോട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടിയിലോട്ട് ഇനി കുറച്ച് ഇതുപോലെ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്ന ജീരകം ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം. അതുപോലെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ഏകദേശം ഓരോ ടീസ്പൂണോളമാണ് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ ഒരു ചെറിയ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത്. പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും, അത് സാധാരണ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പൊടിയുടെ മിക്സിലും നല്ലോണം മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവിരലുകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, ഉള്ളം കൈയിലാവാതെ. കാരണം വല്ലാതെ കൈ കൊണ്ട് അമർത്തി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വിട്ടുപോരും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വിരലുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ചെറിയ നനവായിട്ടുണ്ടാവും, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ നനവ് പോരാ, അതുകൊണ്ട് 1 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് കുറേശ്ശെയായിട്ട്, ഒരു സ്പൂണിൽ കുറേശ്ശെയായിട്ട് പൊടി എടുത്തിട്ട് കപ്പലണ്ടിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒറ്റ തവണയായിട്ട് മുഴുവൻ പൊടി ചേർത്ത് കൊടുത്താൽ ഇത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് നന്നായി കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നനവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ റെഡ് കളർ തന്നെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളമായാലും പൊടിയായാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ മുഴുവൻ പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇത് ഇത്രത്തോളം ബാക്കിയുണ്ട്. ഇനി നമുക്ക് വറക്കുമ്പോൾ നനവ് കുറവായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് വറുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലോട്ട് ഒരു 3-4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, തോലോട് കൂടി തന്നെ ചതച്ചെടുത്തത് എന്നിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ മസാലക്കടലയ്ക്ക്. ചെറിയ വെളുത്തുള്ളി അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ഫ്ലേവറാണ് അതിന്. അതേപോലെ നമ്മുടെ ആവശ്യത്തിന് വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ ഒത്തിരി ടേസ്റ്റ് കൂടി കിട്ടും. ഇനി നമുക്ക് കടല ഇടണം. അപ്പോൾ കടല ഇതുപോലെ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് വിട്ട് തന്നെ ഓരോ കടലയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇതുപോലെ കടല ഇട്ട് കൊടുക്കുക. ഇതിന് കുക്കാവാൻ ഒരു 3-4 മിനിറ്റാണ് എടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് വരാനുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കൂടി കിടന്നാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി അധികം നേരം എണ്ണയിലിടണ്ട, കാരണം നന്നായി ഹാർഡായി പോവും ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം.
ഇതുപോലെ നന്നായി കോട്ടിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ കടലയും കിടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കപ്പലണ്ടിയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ എല്ലാം വറുത്ത് കോരി എടുത്തു. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായി കോട്ടിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം കിടക്കുന്നത്. എല്ലാം വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് ആ ഒരു കളർ കൊടുക്കാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. മസാല കടല റെഡിയായി. ഇനി നമുക്ക് ഉപ്പോ മുളക് പൊടിയോ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നന്നായി ചൂടോട് കൂടി തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ മസാലക്കടല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോകളും പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.